ഫ്രാൻസിസ് പാപ്പ തൻ്റെ മൃതസംസ്കാര കർമ്മത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ ഒരുങ്ങിയ ഒരാളാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപേ തന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മാർപ്പാപ്പമാരെ അടക്കുന്ന മൃതസംസ്കാര കർമ്മം ലളിതമായി പരിഷ്കരിച്ചു. രണ്ടാമതായി, സാധാരണയായി മാർപ്പാപ്പമാരെ അടക്കുന്ന ശവമഞ്ചം 3 അടക്കുകളുള്ളതാണ്. ആദ്യം ഓക്കുമരത്തിന്റെ ഒരു പെട്ടി, അത് പിന്നീട് ഈയം കൊണ്ടുള്ളൊരു പെട്ടിയിലേക്ക് അടക്കും. അതിനുശേഷം സൈപ്രസ് മരം കൊണ്ട് വീണ്ടും, അങ്ങനെ 3 പെട്ടികളിലായിട്ടാണ് പുരാതന കാലം തൊട്ടേ മാർപ്പാപ്പമാരെ അടക്കിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാപ്പ എഴുതി വെച്ചു, എന്നെ അടക്കുന്നത് എൻ്റെ ജീവിതം പോലെ ലളിതമായ ഒരു ശവപ്പെട്ടിയിലായിരിക്കണം. എല്ലാ മാർപ്പാപ്പമാരെയും നിങ്ങളിപ്പോൾ റോമിൽ ചെന്നാൽ കാണാം, സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയുള്ള ഒരു പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഇടത്താണ് എല്ലാ മാർപ്പാപ്പമാരെയും അടക്കിയിട്ടുള്ളത്. പക്ഷെ ഫ്രാൻസിസ് പാപ്പയെ അടക്കിയിരിക്കുന്നത് മേരി മേജർ ബസിലിക്കയിലെ വളരെ ലളിതമായിട്ട് ഒരു കല്ലറയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം പേരെഴുതിക്കൊണ്ട് ഒറ്റ ഒരു ചെറിയ കല്ലറ. പ്രിയമുള്ളവരെ, ഇത് പറയാൻ കാരണം നമ്മളും നമ്മുടെ മരണത്തിന് വേണ്ടി അടക്കം ഒരുങ്ങുന്നത് നല്ലതാണ്. നമ്മൾ കുരിശിനെ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ എങ്ങനെയാണ് കുരിശിനെ ധ്യാനിച്ചത് എന്നതുപോലെ നമ്മളും നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതകാലത്തിൽ നമ്മൾ പലതിൻ്റെയും ഒക്കെ പുറകെ ഓട്ടത്തിലാണ്, തിരക്കിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഏറ്റവും വിലയേറിയത് എന്താണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ ഓർമ്മിപ്പിക്കാനും നിത്യജീവനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാനും നമ്മുടെ തന്നെ മരണത്തിനു വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യാം.